RC പ്രശ്നം വരുമോ? ഇല്ല, ആർട്ടിയിൽ അത് നമ്മളിവിടെ ബ്ലാക്ക് വണ്ടിയൊക്കെ ചെയ്ത് പോണാണ്. അത് എത്ര 1000 താഴെ ഉള്ളൂ ബുക്ക് പേപ്പറിൽ പേര് കളർ മാറുന്നതിന്, കളർ ചേഞ്ച് കൊടുക്കുന്നതിന്. അതിന്റെ മുമ്പ് എടുക്കണോ? അടിക്കുന്നതിന് മുമ്പ് എടുക്കണോ, അടിച്ചു കഴിഞ്ഞ് കാണിക്കണോ? ഇല്ല, അടിച്ചു കഴിഞ്ഞിട്ടും ടെസ്റ്റ് ചെയ്യണതിന് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഞങ്ങളുടെ പറവൂര് ഇവിടെ ഒന്നും ടെസ്റ്റിന് ഒരു വിഷയമില്ല. ഇപ്പൊ നിങ്ങളുടെ അവിടെ ചോദിച്ചു നോക്കി, അങ്ങനെ കുഴപ്പം വരാൻ സാധ്യതയില്ല. 99% അങ്ങനെ വരാൻ സാധ്യതയില്ല. അല്ല, ഈ ഉള്ള വെള്ളം കൂടെ കൂട്ടി അടിച്ചാലോ? എങ്ങനാ? ഇതിന്റെ അകത്തുള്ള വെള്ളം കൂടെ എടുത്തിട്ട് വെള്ളം കൂട്ടി അടിച്ചാലോ കുഴപ്പമെന്ന് പറഞ്ഞാലേ, ബ്ലാക്ക് അടിക്കുമ്പോ നമ്മൾക്ക് സപ്പോസ് എന്തെങ്കിലും അങ്ങനെ പറയണത്, ഒരു നിർഭാഗ്യവശാൽ എവിടെയെങ്കിലും വല്ല സ്ക്രാച്ചാ വല്ലതും വന്നു കഴിഞ്ഞാല് ആ ബോഡിയുടെ കളർ ഈ വൈറ്റ് എടുത്ത് കാണിക്കും. മനസ്സിലായ? ബ്ലാക്ക് അടിച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞാല് നമുക്ക് ഒരു സ്ക്രാച്ച് ഉണ്ടെങ്കിലും സ്റ്റിക്കർ ഓക്കെ, സ്റ്റിക്കറാണ് അടിക്കണത്. ഞാൻ പറയണേ, വണ്ടിക്ക് ബേസ് കോട്ട് ഒരു ബ്ലാക്ക് അടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണെന്നാ പറയണത്. വണ്ടിയിൽ ബ്ലാക്ക് അടിക്കാൻ പറ്റില്ല. ബ്ലാക്ക് അടിക്കാൻ പറ്റില്ല. ഓക്കെ, സ്റ്റിക്കർ വെച്ച് തന്നെ ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ പറയട്ടെ, അതിപ്പോ നിയമവശം നോക്കുവാണെങ്കിൽ സ്റ്റിക്കർ വെച്ച് നമുക്ക് ടെസ്റ്റ് പാസ് എടുക്കാൻ പറ്റൂല്ലോ. ഇല്ല, ഈ ഇവിടെ സ്റ്റിക്കർ നമ്മുടെ ഇവിടെയൊക്കെ ടെസ്റ്റ് ചെയ്ത് പോണാണ്. ബ്ലാക്ക് വണ്ടിയൊക്കെ ടെസ്റ്റ് ചെയ്ത് പോയതാണ്. നിയമവശം നോക്കുവാണെങ്കിൽ ടെസ്റ്റ് ഇവിടെ ഇപ്പൊ ഈ സാഹചര്യത്തിൽ ഒരു കുഴപ്പമില്ല. ഇവിടെ ഞാനിവിടെ 2-3 വണ്ടി ബ്ലാക്ക് ചെയ്ത് പോയതാണ്. ടെസ്റ്റ് നടത്തി പോയിട്ട് കുഴപ്പമില്ല. അത് കൂട്ടി അടിക്കാവോ? ഏതാണ്? വൈറ്റും കൂടെ, ഈ ഉള്ള വൈറ്റും ഒക്കെ കയറ്റി. വൈറ്റ് വേണം, വൈറ്റ് കയറ്റി അടിക്കാം. എന്നുവെച്ചാല് ഈ ബ്ലാക്കില് വൈറ്റ് പച്ചപ്പില്ലേ? പച്ചപ്പ് നമുക്ക് വേണ്ട, അത് മാറ്റാം. നമുക്ക് പച്ചപ്പ് മാറ്റാം. അതെന്നെ സംബന്ധിച്ചില്ല. അത് അവിടെ ആ വണ്ടി കടിച്ചോണ്ട് നമ്മളെ ഇമേജിനെ നമ്മുടെ ഒരു സെയിം മോഡൽ പോലെ കണ്ട് കോപ്പി കണ്ട് കോപ്പി അടിച്ചെന്നുള്ളൊരു ഇത് വരും. അതെ. അപ്പൊ നമുക്ക് നിങ്ങളുടെ ഒരു യൂണീക്ക് സാധനം, നിങ്ങളുടെ കഴിവ്, അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ. പക്ഷെ എല്ലാം ഇഷ്ടമാണ്. പക്ഷെ റേറ്റ് ഭായ്, നമ്മളൊരിക്കലും ഒരാളെ പോലും അങ്ങനെ കേറ്റ് റേറ്റ് പിടിക്കൂല. നമ്മള് അങ്ങനെ റേറ്റ് പിടിച്ച് നമ്മുടെ വർക്ക് പോവുള്ളൂ, അതറിയാലോ. ഇപ്പൊ എന്ന് പറഞ്ഞാലേ നമ്മുടെ സാഹചര്യവും അങ്ങനത്തെ വർക്കാണ്. നമ്മ പരമാവധി റേറ്റ് കുറച്ചേ പിടിക്കുള്ളൂ. ഞാനപ്പൊ ഇത് ഡിസൈൻ ചെയ്ത് അയച്ചു തരാം. എന്നിട്ട് നിങ്ങൾ സെലക്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നമ്മളെ കൊണ്ട് ജയിച്ചാൽ മതി. ചേട്ടാ, ഹലോ, പറഞ്ഞോ. കിങ്സിന് എഴുതിയേക്കുന്ന വണ്ടിയില്ലേ? പൊളിയാണല്ലോ. അത് കുഴപ്പമില്ല. പക്ഷെ നമ്മളതൊരു, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് അത് ചെയ്യുമ്പോ അതിപ്പോ ട്രാവലറിന്, സാധാരണ ട്രാവലറിന് വേണ്ടി നമ്മൾ ചെയ്താണ്. അത് കയറ്റിയാലോ? ലെമൺ ലെമൺ തന്നെയാണ്, സെയിം തന്നെയാണ്. അത് ലെമൺ തന്നെയാണ്. ഇത്തിരി ബ്രൈറ്റ്നെസ് പോലെ തോന്നിക്കാണ്. ഓറഞ്ച് വേറൊരു ഡിസൈൻ ഉണ്ട്. അതില് ഫ്ലൈമിന്റെ ഒരു ഡിസൈൻ അയച്ചിട്ടുണ്ട്. ഫ്ലൈം പറഞ്ഞിട്ടുണ്ട്. അതില് കിങ്സ് തന്നെ ഫ്ലൈമിന്റെ ഒരു ഡിസൈൻ അയച്ചിട്ടുണ്ട്. ഫ്ലൈം ആവുമ്പോ നമുക്കത് ഗ്ലാസ്സിലോട്ട് കയറ്റി ചെയ്യാം, അടിപൊളിയായിട്ട് ചെയ്യാം. അതല്ല, അതില് മാറ്റം ഉണ്ടാവും. ഡിസൈനാണ് അടിപൊളി. പക്ഷെ അതിന്റെ ആ പച്ചക്ക് മാത്രം എന്തെങ്കിലും പച്ചക്ക് വരും വേറെ ഏതെങ്കിലും കളർ ഡിസൈൻ ചെയ്താലോ? നാളെ ഞാൻ അയച്ചുതരാം, കളറെ മാറ്റി അയച്ചുതരാം. ഏതാ കയറ്റാൻ പറ്റിയ? നല്ല ഒരു 3 കളർ കഴിക്കാൻ പറ. അതെ, റെഡ് ഉണ്ട്, റെഡ് ഉണ്ടാവും, ഒരു പിങ്ക്, റെഡ്, പിങ്ക്, ബ്ലൂ. ഈ ബ്ലൂ ഒക്കെ ചെയ്ത് പോണാണ് കൂടുതൽ ചെയ്ത് പോണാണ്. ഓറഞ്ച് അങ്ങനെ ചെയ്തിട്ടില്ല. ഓറഞ്ച് ചെയ്യാം. അത് തന്നെ. ഞാനിപ്പോ രാത്രി തന്നെ എന്റെ ലോഗോയും പറ്റിയിട്ട് ഇരുന്ന് തരാം. അത് ഗ്ലാസ്സിലോട്ട് ഇരിക്കണ്ടേ? ഫോട്ടോ വാട്സപ്പ് ചെയ്ത് തന്നാ മതി. അപ്പുറത്തെ ഗ്ലാസ്സിലും ഇപ്പുറത്തെ ഗ്ലാസ്സിലും. ഓക്കെ. പിന്നെ അതിന്റെ അകത്ത് തന്നെ യൂട്യൂബിന്റെ ഇത് അടി വരണം. പിന്നെ ഇൻസ്റ്റാഗ്രാം പറഞ്ഞ ഇബിൾജെറ്റ് എന്ന് പറഞ്ഞ യുവർ ഡ്രീം അവർ വേൾഡ് അത് വരണം. അല്ല, ഞാൻ സെറ്റ് ചെയ്ത് തരാം. പക്ഷെ ഈ സാധനം ഗ്ലാസ്സിലും കൂടെ ഒന്നര വണ്ടി ലുക്ക് ആവും. ചേട്ടാ, പറഞ്ഞോളൂ. ഇതിന്റെ ഒന്ന് ഡിസൈൻ ഇട്ടിട്ടൊന്ന് വെക്കാം. അതിന്റെ കോസ്റ്റും കൂടെ ഒന്ന് പറയണേ. ഓക്കെ. നാളെ ഞാൻ ഇട്ടുതരാം, രാവിലെ ഇട്ടുതരാം. കോസ്റ്റും കൂടെ പറഞ്ഞേ. അത് റെഡിയാക്കാം, അത് ഞാൻ റെഡി ആക്കി തരാം. പിന്നെ ബീച്ചാറിന്റെ അവിടെ നിന്ന് ബീച്ചാൻ കൊടുക്കോ? പറഞ്ഞേ ബീച്ചേട്ടാ.